ഓരോ പുതിയ വർഷം പിറക്കുമ്പോഴും ഒരുപാട് പ്രതീക്ഷകളുടെ ഒരു കുന്നിൻ മുകളിലാണ് നാം നിൽക്കുന്നത്. അക്കൂട്ടത്തിൽ പോയ വർഷം പ്ലാൻ ചെയ്തിട്ടും നടക്കാതെ പോയ കാര്യങ്ങളുണ്ടാവാം. പുതിയ വർഷത്തിലേക്കായി നാം സ്വരുക്കൂട്ടിയ പുതിയ പ്രതീക്ഷകളും ഉണ്ടാവാം. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പുതിയ ഊർജം പകരട്ടെ 2014 എന്ന ആശംസയോടെ വീടിൻ്റെ ഈ ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. തിരുവനന്തപുരം മരുതൻകുഴിയിലുള്ള ഗിരിജാ ശങ്കറിൻ്റെയും സുമാ ശങ്കറിൻ്റെയും ശങ്കരം എന്ന വീട് ആർക്കിടെക്ട് ജോസ് കെ മാത്യു രൂപകൽപ്പന ചെയ്ത ഈ വീടാണ് ഇന്നത്തെ ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്നത്. ബോക്സ് ടൈപ്പ് ഡിസൈൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ശങ്കരം എന്ന ഈ വീട്. ഒരു ചെറിയ കുന്നുപോലെയുള്ള ഒരു പ്രദേശത്താണ് ഈ വീട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ ഒരു അനുകൂലമായ ഗതി ഈ വീടിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യവും ഒപ്പം സണ്ണിൻ്റെ ഒരു പാത്ത്, സൂര്യൻ്റെ ദിശയും കൂടി പരിഗണിച്ച ശേഷമാണ് ആർക്കിടെക്ട് ജോസ് കെ മാത്യു ഈ വീടിൻ്റെ ഡിസൈൻ രൂപപ്പെടുത്തിയത്. ഒറ്റ നോട്ടത്തിൽ വളരെ തലയെടുപ്പുള്ള, വളരെ ജൈജാന്റിക് ആയ ഒരു എലിവേഷനാണ് ഈ വീടിൻ്റേത്. ഉള്ളിലെ സ്പേസസിൻ്റെ ഒരു നാച്ചുറൽ റിഫ്ലക്ഷൻ മാത്രമാണ് പുറത്ത് നമ്മൾ കാണുന്നത്. അല്ലാതെ എലിവേഷൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി പ്രത്യേകമായി എസ്തെറ്റിക്കായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കൺസ്ട്രക്ഷൻ്റെ ഭാഗമായി വരുന്ന കോളംസ് ആൻഡ് ബീംസിനെ എലിവേഷൻ്റെ ഒരു പ്രധാന എലമെൻ്റ് ആയി തന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. വൈറ്റും ഗ്രേയും ചേർന്ന ഒരു എക്സ്റ്റീരിയർ കളർ സ്കീമാണ് ഈ വീടിന് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിലും കളർ സ്കീമിൽ പ്രോമിനൻ്റ് ആയി നിൽക്കുന്നത് ബ്രിക്സിൻ്റെ നിറവും അതുപോലെ തന്നെ വുഡിൻ്റെ ആ ഒരു ഫിനിഷുമാണ്. സെന്റിലാണ് ഏകദേശം 4000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് നിൽക്കുന്നത്. ക്ലീൻ ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഈ വീടിൻ്റെ ഒരു മുഖമുദ്ര. ചുറ്റോട് ചുറ്റും പേവിംഗ് ബ്ലോക്സ് ഒക്കെ ഇട്ട് വൃത്തിയാക്കിയിരിക്കുന്നു. അതല്ലാതെ ചെടികൾ വെക്കേണ്ട ഭാഗത്ത് മെറ്റൽ ചിപ്സ് വിരിച്ചിരിക്കുകയാണ്. ഇത് രണ്ടുമല്ലാതെ ലോണും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീടിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ പൂമുഖത്തോട് ചേർന്ന് തന്നെയാണ് കാർ പോർച്ച് ഒരുക്കിയിരിക്കുന്നത്. കാൻഡിലിവർ ടെക്നോളജിയിലൂടെയാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. ഏതൊരു വീട്ടിലും നമ്മൾ കണ്ടിട്ടുള്ളതിനേക്കാൾ ഹൈറ്റും വിസ്താരവുമുള്ള ഒരു പൂമുഖം തന്നെയാണ് ഇവിടുത്തേത്. ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് ധാരാളമായിട്ട് അകത്തേക്ക് വരുന്നതിന് വേണ്ടി തന്നെ ഇവിടെ പോളികാർബണേറ്റ് ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. നല്ലൊരു ചെറിയ ഭാഗത്ത് മാത്രം വെള്ളവും വെയിലും അകത്തേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സെൻറ്ററിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ ഈ ഒരു ചെടിയും കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റോട് ചുറ്റും വാട്ടർ ബോഡിയും കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നിറയെ ഫിഷൊക്കെ ഉണ്ട്. ക്ലയൻറ്റിൻ്റെ വൈഫിൻ്റെ ഫാദർ എൻ്റെ ക്ലയൻ്റ്, ഹി വാസ് ആൻ അഡ്വക്കേറ്റ് അറ്റ് കോട്ടയം. അങ്ങനെയാണ് ഇവരെൻ്റെ അടുത്ത് വന്നത്. വന്നപ്പോൾ വീട് ഇങ്ങനെ ഇരിക്കണം, അല്ലെ എങ്ങനെ ഇരിക്കണം എന്നൊരാശയമൊന്നും എനിക്ക് തന്നിരുന്നില്ല. സൈറ്റ് കാണിച്ചു, അവരുടെ റിക്വയർമെൻറ്റ് പറഞ്ഞു. ഒരു 3 ബെഡ്റൂം ഹൗസാണ്, ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് സൈറ്റ് കണ്ടു കഴിഞ്ഞ് ഉണ്ടായ ഒരു ആശയമാണത്. ഒരു പ്രീ കൺസീവ്ഡ് ഐഡിയ ഒന്നും അവർ പറഞ്ഞില്ല, എനിക്കും ഇല്ലായിരുന്നു. ഒരു ക്രിയേഷൻ എന്ന് പറയുമ്പം ആ ഒറിജിനലായിട്ട് വരുന്നതാണ്. സൈറ്റ് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു രൂപവും ഭാവവും ഒക്കെ ഉണ്ട്. എങ്ങനെ ഇരിക്കണം, ആ സ്ഥലമായിട്ട് എങ്ങനെ യോജിക്കണം, അങ്ങനൊരു തോന്നലിൽ നിന്ന്, ആശയത്തിൽ നിന്ന് ഉടലെടുത്താണ് ഈ ഡിസൈൻ. സ്ക്വയർ, പുറത്തുനിന്ന് കണ്ടാൽ സ്ക്വയറാണ്. ബഡ്ജറ്റ് ഹൗസാണ്. ഇറ്റ്സ് ഓൺലി 3 ബെഡ്റൂംസ്, 2 ബെഡ്റൂം താഴെ, മേലെ 1 ബെഡ്റൂം. ഇതിൻ്റെ ഒരു പ്രത്യേകത, പുറത്ത് 2 കോർട്ട്യാർഡുണ്ട്, അകത്ത് 2 കോർട്ട്യാർഡുണ്ട്. ഒരു നോർമൽ ഹൗസിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന ആ കോർട്ട്യാർഡുകളാണ്. പിന്നെ ഒരു ഓപ്പൺ പ്ലാനിങ് ആണ്. അതിൽ ഒരു നോർമലി ഇങ്ങനെയുള്ളൊരു വീടിന് ഒരു കാർ പോർച്ചിൽ നിന്നൊരു സിറ്റ് ഔട്ടിൽ നിന്ന് അകത്തോട്ട് കയറുന്നു. അതിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്ന ആ കാർ പോർച്ച് ഞാൻ എടുത്ത് മാറ്റി അതൊരു വാട്ടർ ബോഡി, അവിടെ ഒരു പ്ലാന്റ് റൂം കൊണ്ടുവന്നു. എന്നിട്ട് പുറത്തേക്ക് ക്യാൻഡിവർ ചെയ്തൊരു കാർ പോർച്ച് കൊണ്ടുവന്നു. പടിഞ്ഞാറ് വശത്തു നിന്നാണ് എൻട്രൻസ്. പക്ഷേ കിഴക്ക് വശത്തു നിന്ന് ഒരു എൻട്രൻസ് ഉണ്ട്. ആ കിഴക്ക് വശത്തേക്ക് ഒരു തുളസിത്തറയും ഒരു കോർട്ട്യാർഡും അതിൻ്റെ മേലെ ഒരു ടെറസും.
ബേസിക്കലി വോളിയം കൊണ്ടുള്ളൊരു പ്ലേ ആണ് അതിനകത്ത്. വോളിയംസ്, സ്പേസിൻ്റെ വോളിയംസ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും. ആൻഡ് ഇറ്റ്സ് എൻ ഓപ്പൺ ഹൗസ്. ബെഡ്റൂംസും മാത്രമേ ഉള്ളൂ. ഈവൻ കിച്ചൺ ഈസ് ഓപ്പൺ. ഈ പൂമുഖത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ ഹൈറ്റിലുള്ള വാളിൽ കൊടുത്തിട്ടുള്ള ഓപ്പണിങ്സ് ആണ്. സൈഡിൽ ഒരു നിര ജനാലകളാണ്. അതിന് മുകളിലേക്ക് വന്നിട്ടുള്ളത് ഉള്ളിലേക്ക് വായു പ്രവഹിക്കുന്നതിന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഓപ്പണിംഗ് ആണ്. അവിടെ വുഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അത് വായു ഉള്ളിലേക്ക് കടക്കുന്ന ഒരു സജ്ജീകരണം എന്നുള്ളതിന് മേലെയായിട്ട് ഒരു എസ്തെറ്റിക് എലമെൻ്റ് ആയിട്ട് കൂടിയാണ് ഈ പൂമുഖത്ത് അതിൻ്റെ ഒരു ഫങ്ഷനാലിറ്റി വരുന്നത്. അതുപോലെ എടുത്ത് പറയേണ്ട കാര്യം ഈ സൈഡിൽ വന്നിട്ടുള്ള ഒരു ബ്രിക്സിൻ്റെ ആ ഒരു ഭംഗിയാണ്. വയക്കട്ട് ബ്രിക്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പെർഫെക്ഷനിൽ തന്നെ അത് സ്റ്റാക്ക് ചെയ്തിരിക്കുന്നു. അതുപോലെ ഫ്ലോറിലാണെങ്കിൽ വളരെ ടോൺ ഡൗൺ ആയിട്ടാണ് ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്രഷ്ഡ് ഫിനിഷിലുള്ള ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നു. രണ്ട് പാളികളുള്ള ഒരു പ്രധാന വാതിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടീക്ക് കൊണ്ടുള്ള ഒരു പാനലിംഗ് കൊടുത്തിട്ട് അതിനകത്ത് മറൈൻ പ്ലൈവുഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ കാണുന്ന ഡോസിനെക്കാട്ടിൽ ഇതിന് തിക്നെസ് ഉണ്ട്. പ്രധാന വാതിൽ തുറന്ന് നമ്മൾ കയറി വരുമ്പോൾ ആ ഒരു വുഡിൻ്റെ ഡിസൈൻ കണ്ടിന്യൂറ്റിയാണ് ഇവിടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അത് ഫ്ലോറിലൂടെ വന്ന് ഈ ഒരു പോർഷനിൽ വന്ന് സീലിങ്ങിലേക്ക് പോകുന്ന രീതിയിലൊരു സി ഷേപ്പിലാണ് ആ ഒരു വുഡൻ ഏരിയ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്പേസിൽ തന്നെ ഫുട്വെയർ ഒരു റാക്കിനുള്ള സ്പേസ് കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ ഒരു അംബ്രല്ല സ്റ്റാൻഡ് കൊടുത്തിരിക്കുന്നു. അതുപോലെ പ്രധാന വാതിൽ തുറന്ന് കയറി വരുമ്പോൾ വീടിന് ദൃഷ്ടിദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദൃഷ്ടി ഗണപതിയുടെ ഒരു മനോഹരമായ മ്യൂറൽ പെയിൻറ്റിങ്ങും വെച്ചിരിക്കുന്നു. വളരെ വാം ഫീലുള്ള ഒരു ഫോമൽ ലിവിങ് ഏരിയ ആണിത്. നമ്മൾ മെയിൻ ഡോർ തുറന്ന് കയറി വരുമ്പോൾ ഇടത് ഭാഗത്തേക്കായിട്ട് എക്സ്ട്രീംലി കട്ട് ഔട്ട് ആയിട്ടാണ് ഈ ഒരു സ്പേസ് വരുന്നത്. ഡബിൾ ഹൈറ്റാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ട ആ ഒരു വുഡൻ സ്ട്രക്ചറിൻ്റെ ആ ഒരു വിസിബിലിറ്റി ശരിക്കും ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. വയർ മെഷൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഇൻസെക്ട്സ് ആണെങ്കിലും കൊതുകും കാര്യങ്ങളും ഒന്നും അകത്തേക്ക് കയറില്ല. എന്നാൽ വെന്റിലേഷൻ പോസിബിൾ ആകുന്ന രീതിയിലാണ് ഇവിടെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു നല്ല ഓറഞ്ച് ഷെയ്ഡുള്ള ഒരു സോഫ സെറ്റ് യൂസ് ചെയ്തിരുന്നു. സിമ്പിൾ സോഫ സെറ്റാണ്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈ സൈഡിലുള്ള ഈ ഒരു വലിയ റെഡ് വാൾ, അതുപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ലൈറ്റ് ഫിക്സ്ചർ. നമ്മൾ പണ്ട് വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ചെറിയ ബൾബില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു മാറ്റ് ഫിനിഷിൽ ഇത്തിരി എൻലാർജ്ഡ് ആയിട്ടുള്ള ഇത്തിരി പോളിഷ്ഡ് ആയിട്ടുള്ള പല ബൾബുകൾ തൂങ്ങിക്കിടക്കുന്ന പോലെയുള്ള ഒരു നല്ല സിഗ്നേച്ചർ പീസാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിൽ നിന്ന് പുറത്തേക്കൊരു കോർട്ട്യാർഡ് കം സിറ്റ് ഔട്ട് ആണെന്ന് തോന്നുന്നു, അത് കാണാം. അതിമനോഹരമായ ഒരു കോർട്ട്യാർഡിലേക്കുള്ള എക്സിറ്റ് ഡോറാണ്. അതുകൂടാതെ കിഴക്ക് ഭാഗത്തു നിന്ന് വീടിനേക്കുള്ള ഒരു എൻട്രി എന്ന് വേണമെങ്കിലും അതിൻ്റെ ഒരു ഫങ്ഷണാലിറ്റിയെ നമുക്ക് കാണാം. അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു ലെവല് താഴെയായിട്ട് ഒരു തുളസിത്തറ, അതുപോലെ കുറച്ച് ചെടിച്ചട്ടികളായിട്ട് അതിമനോഹരമായിട്ട് ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ വീടിൻ്റെ മുൻഭാഗത്ത് കണ്ടതുപോലെ തന്നെ വയക്കട്ട് ബ്രിക്സിൻ്റെ ആ ഒരു സ്റ്റാക്കിങ്ങിൻ്റെ ആ ഒരു ഭംഗി സത്യത്തിൽ ഇവിടെ നിന്ന് നമുക്ക് നല്ലപോലെ ദൃശ്യമാവുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പച്ചയും ഈ ഒരു ടെറാക്കോട്ട കളറും ഒക്കെ ഇവിടെ നല്ലൊരു എത്നിക് ഫീലുള്ള ഒരു കോർട്ട്യാർഡ്. ഡബിൾ ഹൈറ്റും സൺലൈറ്റ് കടന്നു വരുന്ന രീതിയിൽ മുകളിൽ പോളികാർബണേറ്റ് ഷീറ്റൊക്കെ ഇട്ട് കൊടുത്തിരിക്കണം. ജനാലകൾ അങ്ങോട്ട് തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ മുന്നിൽ കണ്ട ഒരു വാട്ടർ ബോഡിയിലേക്കുള്ള അതിമനോഹരമായ വ്യൂവും ലിവിങ് ഏരിയയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മെയിൻ ഡോർ തുറന്ന് കയറി വരുമ്പോൾ ലെഫ്റ്റിലേക്കായിരുന്നല്ലോ ഫോമൽ ലിവിങ് ഏരിയ. റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാമിലി ലിവിങ് സ്പേസും വീടിൻ്റെ മറ്റ് ഒരു സ്പേസിലേക്കൊക്കെ ഉള്ള ഒരു എൻട്രിയാണ്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കോർട്ട്യാർഡ് ഉണ്ട്. ഒരു ലെവല് താഴ്ത്തിയാണത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയ ലോണൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്.
വയർ മെഷ് പിടിപ്പിച്ച് ആ ഒരു ഗ്രില്ല് പോലെ കൊടുത്തിരിക്കുന്ന പോർഷനാണ്. ഇപ്പോൾ ധാരാളമായിട്ട് ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ മുകളിലാണെങ്കിലും പർഗോള കൊടുത്തിരിക്കുകയാണ്. ഇത് ഉള്ളിലെ ഒരു റൂമിൻ്റെ ജനാലയാണ്. അപ്പോൾ അത് തുറക്കുന്നത് ഈ ഒരു സ്പേസിലേക്കാണ്, കോർട്ട്യാർഡിലേക്കാണ്. അപ്പോൾ റൂമിനുള്ളിൽ നിന്നും ഈ ഒരു കോർട്ട്യാർഡിലേക്ക് ഒരു വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളൊരു പൊസിഷനിങ്. ഫാമിലി ലിവിങ് സ്പേസിൽ തന്നെയാണ് ഒരു ചെറിയ TV വ്യൂയിങ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു പൊസിഷനിങ് എന്ന് പറയുന്നത് ഈ ഭാഗത്തുനിന്ന് ധാരാളം ലൈറ്റ് വരുന്ന ഒരു സ്ഥലത്തായതുകൊണ്ട് തന്നെ ആ ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രീനിനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ TV കാണുന്ന സമയത്ത് ഇത് താത്തിയിട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നുള്ള ഒരു ഗ്ലെയറിൻ്റെ പ്രശ്നം വരില്ല. ഇപ്പോൾ TV വ്യൂയിങ് അറേഞ്ച്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അതിന് അഭിമുഖമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഐവറി ഷെയ്ഡുള്ള വിട്രിഫൈഡ് ടൈൽസ് ആണ് വീട്ടിൽ ആകമാനം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് വ്യൂ ലഭിക്കുന്ന രീതിയിലാണ് ഡൈനിങ് അറേഞ്ച്മെൻറ്റും കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ സൈഡിലായിട്ട് ഒരു ചെറിയ ഓഫീസ് സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട്. ബുക്സ് ഒക്കെ അറേഞ്ച് ചെയ്യാനുള്ള സ്റ്റോറേജ് ആ സൈഡിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഡൈനിങ് ഇവിടെ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ ക്രോക്കറി അറേഞ്ച്മെൻറ്റിനുള്ള സ്ഥലവും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ക്രോക്കറി ഷെൽഫിന് സത്യത്തിൽ ഒരു സ്ക്രീൻ എന്നുള്ള ഒരു പേർപ്പസും കൂടിയുണ്ട്. കാരണം ഇതിന് തൊട്ട് പുറകിലായിട്ടുള്ള ഒരു സ്പേസിലാണ് വാഷ് കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡൈനിങ് ഏരിയയോട് ചേർന്നാണെങ്കിലും ആ ഒരു സ്പേസുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യാത്ത പോലെ കംപ്ലീറ്റ്ലി കട്ടൗട്ടായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഈ സൈഡിലായിട്ട് ഒരു ബെഡ്റൂം തന്നെയാണ്, ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ്. ഒരു സിമ്പിൾ 4 സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് ഡൈനിങ് ടേബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ മറ്റ് ഇൻറ്റീരിയർ എലമെൻസുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വുഡൻ ചെയേഴ്സും കൊടുത്തിരിക്കുന്നു. നമ്മൾ ആ സൈഡിൽ കണ്ടതുപോലെ തന്നെ ഒരു കോർട്ട്യാർഡ് ഇവിടെയും ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ലെവൽ താഴ്ത്തി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മെറ്റൽ ചിപ്സ് ഒക്കെ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ആ ഒരു ബ്ലാക്കിൻ്റെ കൂടെ ഒരു കോൺട്രാസ്റ്റ് വരുന്നത് ശരിക്കും ടെറാക്കോട്ട ഫിനിഷിലുള്ള നിറയെ പീസസ് ചെറിയ പോണീസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ വീടിനൊരു ബ്രീതിങ് ഹോം ആക്കുന്നതിൽ ഒരു പ്രധാന റോള് വഹിക്കുന്നത് വീടിൻ്റെ സെൻട്രൽ സ്പേസിന് ഇരുവശത്തുമായിട്ടുള്ള ഈ 2 കോർട്ട്യാർഡ്സ് ആണ്. 2 സൈഡിലും നിറയെ വെന്റിലേഷന് വേണ്ടിയിട്ട് ജനാലകൾ കൊടുത്തിരിക്കുകയാണ്. ആ സൈഡിലുമുണ്ട്, ഈ സൈഡിലുമുണ്ട്. അപ്പോൾ ശരിക്കും ക്രോസ് വെന്റിലേഷൻ പോസിബിൾ ആകുന്നുണ്ട്. ഈ ഒരു 2 സ്പേസസിന് ഇടയിലായിട്ടാണ് വീടിൻ്റെ കംപ്ലീറ്റ് ഒരു സ്പേസ് എന്ന് പറയുന്നത്, എക്സെപ്റ്റ് ബെഡ്റൂംസ് ഓഫ് കോഴ്സ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ മുഴുവനും നല്ല രീതിയിൽ വെളിച്ചവും വായുവും വിന്യസിക്കുന്നതിന് ഈ കോർട്ട്യാർഡ്സ് ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. പൂർണ്ണമായും ഓപ്പൺ രീതിയിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു കിച്ചനാണ് ഈ വീട്ടിലെത്തിയത്. കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് വ്യൂ ലഭിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഒരു ഐലൻഡ് കിച്ചൺ എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ സ്റ്റൗ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മറ്റ് സ്റ്റോറേജും കാര്യങ്ങളും അപ്ലയൻസസും ഒക്കെ ഈ ഒരു ചുറ്റുമുള്ള ഏരിയയിൽ കൊടുത്തിരിക്കുന്നു. ഒരു L ഷേപ്പിലുള്ള കൗണ്ടറാണ് കൊടുത്തിട്ടുള്ളത്. എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 3 ഫിനിഷിലാണ് സ്റ്റോറേജിൻ്റെ ഒരു ഫിനിഷിങ് വന്നിട്ടുള്ളത്. ഇവിടെ വുഡൻ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഇമ്പോർട്ടഡ് ഗ്ലാസിൻ്റെ ഒരു ഫിനിഷാണ്, അതായത് പുറകിൽ നിന്ന് സ്പ്രേ പെയിൻറ് ചെയ്ത ഗ്ലാസ് പീസസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഒരു ഡാഷ് ഓഫ് കളർ എന്നുള്ള രീതിയിൽ ഒരു റെഡും യൂസ് ചെയ്തിരിക്കുന്നു. ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ടൊരു വർക്ക് ഏരിയയും സ്റ്റോർ റൂമും ഉണ്ട്. സ്റ്റെയർ കേസിനോട് ചേർന്നാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രി.
വളരെ സൂപ്പറായിട്ടുള്ള ഒരു കളർ തീമാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും കണ്ട അതേ ഒരു ഫർണിഷിംഗ് തന്നെയാണ് കേർട്ടണിൽ ഇതാ വന്നിരിക്കുന്നത്. ഇതിനോട് ചേരുന്ന രീതിയിലുള്ള ബെഡ്ഷീറ്റ്സും ഒക്കെ തന്നെ യൂസ് ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു ബോൾഡായിട്ട് നിൽക്കുന്നത് സത്യത്തിൽ ആ കബോർഡിൻ്റെ ഫിനിഷ് മാത്രമാണ്. അതർവൈസ് എവറിത്തിങ് എൽസ് ഇസ് വളരെ സൂപ്പറാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈഡിൽ നിന്ന് ഡ്രസ്സിങ് ഏരിയയിലേക്കും ബാത്റൂമിലേക്കും ഒക്കെ ഉള്ള ഒരു കണക്ഷനാണ്. അതുപോലെ ഈ ഒരു ജനാലയാണ് നമ്മൾ മുമ്പേ കോർട്ട്യാർഡിൽ നിന്ന് കണ്ട ആ ഒരു ജനാല. അപ്പോൾ കോർട്ട്യാർഡിലേക്ക് തുറക്കാവുന്ന രീതിയിലാണ് ബെഡ്റൂമിലെ ജനാലകളുടെ പൊസിഷനിങ്. സ്റ്റെയർ കേസിനോട് ചേർന്നാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞല്ലോ. അപ്പം ആ മാസ്റ്റർ ബെഡ്റൂമിനെയും സ്റ്റെയർ കേസിനെയും ഇടയിലായിട്ട് ഇതിൻ്റെ താഴെയുള്ള ഒരു പോർഷൻ സ്റ്റോറേജിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയിരിക്കുകയാണ്. വീഡിയോയിൽ ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം.